ഈ തണുപ്പ് കാലത്ത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും രസം വെച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും, അസുഖം വരാതിരിക്കാൻ. അപ്പം പിന്നെ ബീട്രൂട്ട് രസമായാലോ, ഒരുപാട് ഗുണങ്ങൾ വേറെയും. ആഴ്ചയിൽ 2 തവണ വെച്ച് 1 മാസം 2 മാസം കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സ്കിന്നൊക്കെ ഗ്ലോ ആവുന്നത് കാണാം. വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഒരു 8-10 പേർക്കുള്ള ബീട്രൂട്ട് രസത്തിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ ബീട്രൂട്ടാണ്. അത് വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളിയും, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഓരോ തക്കാളിയും 4 കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. നമുക്കൊരു 4 വിസിൽ കൊടുത്തിട്ട് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിനായിട്ട് വേണ്ടത് മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അല്ലികൾ ഒരു 5-6 എണ്ണം, ചെറിയുള്ളി ഒരു 4-5 എണ്ണം. ഇത്രയും മതി. ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും വേവിക്കാൻ വെച്ച പ്രഷറൊക്കെ റിലീസായി തുറന്നിട്ടുണ്ട്. ബീട്രൂട്ടും തക്കാളിയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തക്കാളിയുടെ തോല് എല്ലാം എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ല. തക്കാളിയുടെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം ഞാനിതാ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ കഷ്ണങ്ങൾ മാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള വെള്ളം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇതാ കഷ്ണങ്ങളൊക്കെ ഞാൻ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ചെറിയ കഷ്ണം കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച, ക്രഷ് ചെയ്ത് വെച്ച മസാല ആദ്യം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത് എണ്ണയിലിട്ടങ്ങ് മൊരിച്ചെടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. മസാലയുടെ പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. പച്ചമുളക് ഒരു 2 എണ്ണം ചേർക്കാം, എരിവുള്ളത് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 10-15 സെക്കൻഡ് നേരം വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ബീട്രൂട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ, വേസ്റ്റ് ആക്കരുതല്ലോ. നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും വേവിച്ച വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർക്കുകയാണ്. പുളിവെള്ളം ഒരു 25 ഗ്രാം പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് വെച്ചതാണ്. അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറി ഇപ്പോഴും നല്ല തിക്കാണ്. ബീട്രൂട്ടും തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഇനിയും വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും വെള്ളവും നമുക്ക് പിന്നീടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് ഞാൻ രസം എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ 1 കപ്പ് വെള്ളമൂടി ഒഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനി 1 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിക്കണം. നമ്മൾ ചേർത്ത പുളിവെള്ളം വെന്ത് കിട്ടാനുള്ള ടൈമാണിത്. വേറൊരു കാര്യം, ബീട്രൂട്ടിൻ്റെ രസം വയ്ക്കുമ്പോൾ കുറച്ച് ഫ്രോത്തി ആയിരിക്കും, പത കാണാം. അതൊന്ന് അടങ്ങി കിട്ടാൻ വേണ്ടി ഈ 1 മിനിറ്റിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലേവറിന് വേണ്ടി ഒരു വലിയ പിടി മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രസം അടുപ്പത്ത് നിന്നും ഇറക്കി വെക്കാം. തീർന്നിട്ടില്ല, ഒരു ചെറിയ വറവ് താളിപ്പും കൂടിയുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം.
അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കടുകും 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 3-4 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് നേരം മാത്രം ഇളക്കിയ ശേഷം നമുക്ക് ഈ വറവ് അല്ലെങ്കിൽ താളിപ്പ് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് രസം ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ വാം സ്റ്റേജിൽ കഴിക്കാം. ചോറിൻ്റെ കൂടെയാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ചൂടോടെ കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, സ്കിന്നിനും മുടിക്കും ഒക്കെ വയറിനും ഒക്കെ വളരെ നല്ലതാണ് ബീട്രൂട്ട്. ഇപ്പം സീസണുമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണേ കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.